അവസാന കാലഘട്ടത്തിലെ പ്രധാന അടയാളങ്ങളിലൊന്നാണ് ദജ്ജാലിൻ്റെ ആഗമനം. അവന് ചില പ്രത്യേക കഴിവുകളുണ്ടാകും. മനുഷ്യചരിത്രം ഇന്നുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധം ഭീകരമായ ഒരു പരീക്ഷണമായിരിക്കും ദജ്ജാലിൻ്റേത്. തൻ്റെ പക്കലുള്ള അത്ഭുതങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ ഒരു മായാവലയത്തിൽ തളച്ചിട്ട് അവൻ മനുഷ്യരെ പരീക്ഷിക്കും. അവൻ്റെ വരവ് മനുഷ്യരാശിക്ക് ഒരു വലിയ പരീക്ഷണമായിരിക്കും. അചഞ്ചലമായ ഈമാൻ കൊണ്ട് മാത്രം മറികടക്കാൻ കഴിയുന്ന ഇന്ദ്രജാലങ്ങൾ കൊണ്ടുള്ള ഒരു അഗ്നിപരീക്ഷയായിരിക്കും ദജ്ജാലിൻ്റെ കാലഘട്ടം. അങ്ങനെ ദജ്ജാൽ ലോകം ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ മദീനയുടെ അതിർത്തിയിലെത്തും. എന്നാൽ മദീനയുടെ കാവൽക്കാരായ മലക്കുകൾ അവനെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. മദീനയുടെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ജബലുൽ ഹബിഷി എന്നറിയപ്പെടുന്ന ഒരു മലമുകളിൽ നിന്നുകൊണ്ട് അവൻ മസ്ജിദുൻ നബവിയെ ചൂണ്ടി തൻ്റെ അനുയായികളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത്തറൗന ദാലിക്കൽ ഖസ്റൽ അബിയൽ, ആ കാണുന്ന വെളുത്ത കൊട്ടാരം നിങ്ങൾ കാണുന്നുണ്ടോ? അത് ആരുടേതാണെന്നറിയാമോ? ഹാദ മസ്ജിദ് അഹ്മദ്, ഇതാണ് അഹ്മദിൻ്റെ പള്ളി, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി. ദുഷ്ടനായ ദജ്ജാലിന് മദീനയിൽ പ്രവേശിക്കാൻ അനുമതിയില്ലെന്ന് കണ്ട് അവൻ മദീനയുടെ അതിർത്തിയിലുള്ള ഒരു തരിശുഭൂമിയായ സബഖത്തുൽ ജുർഫ് എന്ന സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ധീരനായ ഒരു യുവാവ് മദീനയിൽ നിന്നും ദജ്ജാലിനെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നത്. വഴിമധ്യേ ദജ്ജാലിൻ്റെ ആയുധധാരികളായ കാവൽക്കാർ ആ യുവാവിനെ വളയുന്നു. ആയുധങ്ങൾ നീട്ടിക്കൊണ്ട് അവർ ഗർവോടെ ആ യുവാവിനോട് ചോദിക്കും, അയിന തഅമിദ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? യുവാവ് ഒട്ടും ഭയമില്ലാതെ മറുപടി നൽകും, അഅ്മിദു ഇലാ ഹാദല്ലദീ ഖറജ്, ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ള ആ വ്യക്തിയുടെ, അതായത് ദജ്ജാലിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറയും. യുവാവിൻ്റെ ആത്മവിശ്വാസം കണ്ട് അവർ ഞെട്ടിപ്പോകുന്നു. അവർ ചോദിക്കും, അവമാ തുഅ്മിനു ബിറബ്ബിന, നീ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുന്നവനാണോ? അതായത് ദജ്ജാലിനെയാണ് അവർ തങ്ങളുടെ രക്ഷിതാവായി കാണുന്നത്. എന്നാൽ ആ യുവാവിൻ്റെ മറുപടി ദജ്ജാലിൻ്റെ സൈന്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. മാ ബിറബ്ബിന ഖഫ, ഞങ്ങളുടെ യഥാർത്ഥ റബ്ബിനെ, അതായത് അള്ളാഹുവിനെ തിരിച്ചറിയാൻ യാതൊരു അവ്യക്തതയുമില്ല. മാ ബിറബ്ബിന ഖഫ എന്ന വാചകത്തിലൂടെ ആ യുവാവ് അർത്ഥമാക്കുന്നത്, എൻ്റെ റബ്ബ് ആരാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. അവന് ദജ്ജാലിനെ പോലെ പരിമിതികളില്ല. അവനെ തിരിച്ചറിയാൻ അടയാളങ്ങൾ തിരയേണ്ടതില്ല. പ്രപഞ്ചത്തിൻ്റെ ഓരോ ദിക്കിലും എൻ്റെ റബ്ബിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ കപട ദൈവത്തെ കണ്ട് ഞാൻ അമ്പരന്നു പോകില്ല എന്ന യുവാവ് പതറാതെ മറുപടി നൽകുകയാണ്. ഈ മറുപടി കേട്ടതോടെ കാവൽക്കാർക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അവർ പരസ്പരം ഒക്കുത്തുലോ, ഇവനെ കൊന്നുകളയോ, ഒക്കുത്തുലോ എന്ന് വിളിച്ചു പറയും. എന്നാൽ ഉടനെ അവരിൽ ചിലർ ഓർമ്മിപ്പിക്കും, നമ്മുടെ റബ്ബിൻ്റെ, അതായത് ദജ്ജാലിൻ്റെ സമ്മതമില്ലാതെ ആരെയും കൊല്ലരുതെന്ന് അവൻ കൽപ്പിച്ചിട്ടില്ലേ? അങ്ങനെ അവർ ആ യുവാവിനെ ബന്ദിയാക്കി ദജ്ജാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു, ആ യുവാവിനെ കൊല്ലാതെ. യുവാവ് ദജ്ജാലിനെ കണ്ട ഉടൻ വിളിച്ചു പറയും, അഷ്ഹദു അന്നക ദജ്ജാൽ, നീ ദജ്ജാലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ജനങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ആ ദജ്ജാലാണിത്, വിശ്വസിച്ചു പോകരുത്. ഫയഗ്ളബു ദജ്ജാലു ഗളബൻ ശദീദ, അപ്പോൾ ദജ്ജാൽ അത്യന്തം കോപിഷ്ഠനായി മാറുന്നു. ഭൂമിയിൽ താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് സകലരെയും മുട്ടുകുത്തിച്ചു വരുന്ന ദജ്ജാൽ ആ യുവാവിൻ്റെ വാക്കുകൾ കേട്ട് നിയന്ത്രണം വിട്ട് കോപിഷ്ഠനാകുന്നു. യുവാവ് ദജ്ജാലിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ ദജ്ജാൽ തൻ്റെ അനുയായികളോട് ചോദിക്കും, ഇവനെ ഞാൻ കൊന്നിട്ട് വീണ്ടും ജീവിപ്പിച്ചാൽ ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? അവർ അതെ എന്ന് പറയും. തൻ്റെ അത്ഭുതകൃത്യങ്ങൾ കണ്ട് ലോകം വിറച്ചു നിൽക്കുമ്പോൾ വെറുമൊരു യുവാവ് തന്നെ കള്ളൻ, കെദ്ദാബ് എന്ന് വിളിക്കുന്നത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തുടർന്ന് ദജ്ജാൽ അയാളെ തല്ലിച്ചതയ്ക്കാനും കമ്മെത്തിക്കിടത്തി അടിക്കാനും ഉത്തരവിടുന്നു. ദജ്ജാൽ യുവാവിനോട് ചോദിക്കും, നീ എന്നിൽ വിശ്വസിക്കുന്നില്ലേ? യുവാവ് പറയും, നീ വെറും ഒരു കള്ളനായ മസീഹ് മാത്രമാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ദജ്ജാലിൻ്റെ കണ്ണുകൾ ചുവന്നു തുടുക്കുന്നു. നെറ്റിയിലെ കാഫിർ എന്ന അക്ഷരങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. ചുറ്റുമുള്ളവർ ഭയന്ന് വിറക്കുമ്പോൾ ദജ്ജാൽ ആ യുവാവിനെ വെട്ടിപ്പിളർക്കാൻ ഉത്തരവിടുന്നു. അടുത്ത സമയം ദജ്ജാൽ അതാ ആ ധീര യുവാവിനെ വാൾ കൊണ്ട് വെട്ടി 2 കഷണങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഹദീസിലെ വിവരണം പരിശോധിച്ചാൽ നമുക്ക് കാണാം, ആ ശരീരഭാഗങ്ങൾ ഒരു അമ്പെയ്യുന്ന ദൂരത്തോളം അകലത്തിലാണ് തെറിച്ചു വീണ് കിടക്കുന്നത്. ചുറ്റും കൂടി നിൽക്കുന്ന ജനങ്ങൾ ഭയചകിതരായി നിൽക്കുന്നു. തൻ്റെ ദൈവത്വം ജനങ്ങളെ തെളിയിക്കാൻ ദജ്ജാൽ ഒരുങ്ങുന്ന നിമിഷമാണിത്.
രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ആ ശരീരഭാഗങ്ങളെ നോക്കി ദജ്ജാൽ ഗർവോടെ വിളിക്കും, "ഖും, എഴുന്നേൽക്കൂ." ദജ്ജാലിൻ്റെ വിളി കേൾക്കേണ്ട താമസം വേർപിട്ടു കിടക്കുന്ന ആ യുവാവിൻ്റെ ശരീരഭാഗങ്ങൾ പരസ്പരം ഒട്ടിപ്പിടിക്കുകയും ജീവൻ തുടിക്കുകയും ചെയ്യുന്നു. മരിച്ചു കിടന്ന ആ യുവാവ് യാതൊരു പരിക്കുമേൽക്കാത്ത വിധം പൂർണ്ണാരോഗ്യം വീണ്ടെടുത്ത് എഴുന്നേറ്റു വരുന്നു. ഈ രംഗത്തെ ഹദീസ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യതഹല്ലലു വജ്ഹുഹു യദ്ഹക്. അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശത്താൽ തിളങ്ങുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ആ മരണത്തിന് അയാളെ തളർത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അയാളുടെ മുഖത്തെ ആ പ്രസന്നതയും പുഞ്ചിരിയും ദജ്ജാലിനെ വെല്ലുവിളിക്കുന്നതായിരുന്നു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ നടന്ന ഈ അത്ഭുതം കണ്ട് ജനക്കൂട്ടം സ്തംഭിച്ചുപോയി. സാധാരണക്കാരായ ആളുകൾക്ക് അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവർ പരസ്പരം പറയുന്നു, "ഇവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ഇവൻ തന്നെയാണെന്ന് തോന്നുന്നു ദൈവം." ജീവൻ തിരിച്ചു കിട്ടിയ യുവാവ് താൻ കണ്ട അത്ഭുതത്തിൽ വീണുപോകുന്നതിന് പകരം കൂടുതൽ കരുത്തനായി ദജ്ജാലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ആ യുവാവ് ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുന്നു, "യാ അയ്യുഹന്നാസ്, ഇന്നഹു ലാ യഫ്അലു ബഅദി ബിഅഹദിൻ മിനന്നാസ്." ജനങ്ങളെ, എനിക്ക് ശേഷം ഇനി ഒരു മനുഷ്യനെയും ഇത്തരത്തിൽ കൊല്ലാനോ ജീവിപ്പിക്കാനോ ഇവന് കഴിയില്ല. വല്ലാഹി മാ കുന്തു ഫീക അശദ്ദ ബസീറത്തൻ മിന്നി അൽയൗം. അല്ലാഹുവാണ് സത്യം, നീ ദജ്ജാലാണെന്ന കാര്യത്തിൽ എനിക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വലിയ ബോധ്യം ഇപ്പോഴുണ്ട്. ഈ വാക്കുകൾ ദജ്ജാലിൻ്റെ ദൈവത്വവാദത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാണ്. താൻ കാണിച്ച അത്ഭുതം പോലും തന്നെ തകർക്കാൻ ആയുധമാക്കുന്ന യുവാവിനെ കണ്ട് ദജ്ജാൽ വിറളി പിടിക്കുന്നു. ഒരു മനുഷ്യനെ 2 കഷണങ്ങളാക്കി മാറ്റിയിട്ടും അവൻ തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ദജ്ജാൽ അനുഭവിക്കുന്ന ആ നിസ്സഹായ അവസ്ഥ ആ രംഗത്തെ ഏറ്റവും ഭീകരമാക്കുകയാണ്. അടുത്ത നിമിഷം അപമാനിതനും ക്രൂരനുമായ ആ ദജ്ജാൽ യുവാവിനെ വീണ്ടും അറുത്തു കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവൻ തൻ്റെ വാളുമായി ആ യുവാവിൻ്റെ കഴുത്തിന് നേരെ ആഞ്ഞെടുക്കുന്നു. എന്നാൽ ആ നിമിഷം ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. ഹദീസിലെ വിവരണം ഇപ്രകാരമാണ്: ഫയജഅലു മാ ബൈന റഖബതിഹി ഇലാ തർഖുവതിഹി നുഹാസ. ആ യുവാവിൻ്റെ കഴുത്തു മുതൽ തോളല് വരെയുള്ള ഭാഗം അവിടെ ചെമ്പായി മാറ്റപ്പെടുകയാണ്. ദജ്ജാലിൻ്റെ മൂർച്ചയുള്ള വാൾ ആ ചെമ്പിൽ തട്ടി തെറിച്ചു പോകുന്നു. ആ യുവാവിൻ്റെ രക്തം ചിന്താൻ ദജ്ജാലിന് കഴിയില്ലെന്ന് അള്ളാഹു അവിടെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ ദൈവമാണെന്ന് അഹങ്കരിച്ചവന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മേൽ യാതൊരു അധികാരവുമില്ലെന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന നിമിഷമാണത്. ഭൂമിയിൽ ദൈവമായി ചമഞ്ഞ ദജ്ജാലിൻ്റെ അവസാനത്തെ തന്ത്രവും ആ യുവാവിൻ്റെ ഈമാനിന് മുന്നിൽ അവിടെ പരാജയപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ദജ്ജാൽ എന്ന മഹാവിപത്തിനെതിരെ ഒരു യുവാവ് കാട്ടിയ ആ ധീരത വെറുമൊരു കഥയല്ല, മറിച്ച് ലോകാവസാനത്തിന് തൊട്ടുമുമ്പ് സംഭവിക്കുന്ന ഒരു സത്യമാണിത്. ഈ സംഭവത്തിന് ശേഷം ദജ്ജാൽ ആ യുവാവിനെ എടുത്ത് തൻ്റെ പക്കലുള്ള അഗ്നിയിലേക്കെറിയും എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. ജനങ്ങൾ വിചാരിക്കുക അയാൾ നരകത്തിൽ വീണു എന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അയാൾ ചെന്നു വീഴുന്നത് സ്വർഗത്തിലേക്കായിരിക്കുമെന്നാണ്. ദജ്ജാൽ 2 കൈകളിലും സ്വർഗവും നരകവും കാണിച്ചു തരുമെന്ന് ഹദീസുകളിൽ കാണാം. എന്നാൽ ദജ്ജാൽ സ്വർഗമെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് നരകവും, നരകമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് സ്വർഗവുമായിരിക്കും. അത്രയധികം കള്ളനാണ് ദജ്ജാൽ എന്ന ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ ധീര യുവാവിനെ കുറിച്ച് പറയുന്ന ഹദീസുകളിൽ കാണാം, ലോകരക്ഷിതാവെങ്കിൽ ഏറ്റവും വലിയ രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിയായി ആ ദജ്ജാലിനോട് പോരാടിയ ആ ധീര യുവാവിനെ രേഖപ്പെടുത്തുമെന്ന്. അഅ്ദമുന്നാസി ഷഹാദത്തൻ ഇൻദ റബ്ബിൽ ആലമീൻ എന്നാ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ രക്തസാക്ഷിത്വം വഹിക്കുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയ സ്ഥാനം തന്നെ ആ യുവാവിന് നൽകുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത് നന്മയുടെ വഴിയിൽ എപ്പോഴും തിരക്ക് കുറവായിരിക്കും. ആ വഴിയെ തിരഞ്ഞെടുത്ത് ധന്യമാക്കി നാം മുന്നേറുക. ദുനിയാവിൻ്റെ സീനത്തിൽ മുഴുകിപ്പിക്കാൻ ഒരുപാട് പൈശാചിക കരങ്ങൾ നമ്മെ തേടിയെത്തും. അവിടെയൊന്നും പതറിയില്ലെങ്കിൽ നാളെ കാരുണ്യവാനായ റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ വാഗ്ദാനം അത്രയേറെ അത്ഭുതകരമായ ഒന്നാണ്. ഒരു കണ്ണും ഇതുവരേക്കും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അത്രയേറെ മഹാനന്ദമായ മഹാത്ഭുതം. പിന്നെ ഇവിടെ നാം ചിന്തിക്കേണ്ട മറ്റൊരു അത്ഭുതമുണ്ട്. ദജ്ജാൽ ആ മലമുകളിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച ആ വെള്ളക്കൊട്ടാരം, ദ വൈറ്റ് പാലസ്,
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മസ്ജിദുൻ നബവി ഈന്തപ്പനയോളകൾ കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ കെട്ടിടമായിരുന്ന കാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓലമേഞ്ഞ മസ്ജിദുൻ നബവി പിൽക്കാലത്തൊരു വെള്ളക്കൊട്ടാരമാവും, ദജ്ജാൽ അത് ആരുടേതെന്ന് ചോദിക്കപ്പെടും എന്നൊക്കെ. അതെ, ഇന്ന് നാം മദീനയിൽ കാണുന്ന ആധുനികമായ ആ വെള്ള മാർബിൾ പള്ളിയും അതിൻ്റെ മിനാരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനം എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മൊഴിത്താളുകളും കോർത്തണച്ച് വിശ്വസിച്ച് നന്മയുടെ വഴികളിൽ നമുക്ക് മുന്നേറാം. ദജ്ജാലിൻ്റെ അഹങ്കാരത്തിന് മുന്നിൽ കഴുത്തു കാണിച്ചു കൊടുത്ത ആ യുവാവിൻ്റെ ഈമാൻ നമുക്ക് ഒരു പാഠമാവട്ടെ. വരാനിരിക്കുന്ന വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.